ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഇഷ്ടപ്പെട്ട മീനിനത്തിൽപ്പെട്ട ഒന്നാണല്ലോ നമ്മുടെ മത്തി. അപ്പോൾ ഒരു കുക്കർ മത്തി പെരട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇത് നിങ്ങളുടെ ഫേവറേറ്റ് റെസിപ്പിയിൽ പെട്ട ഒന്നാകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു മത്തി പെരട്ടാണിത്. ഇതുണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ ഇത് മാത്രം മതി, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോകരുതേ. അപ്പോൾ നമുക്ക് ഈ ഫേവറേറ്റ് മത്തിപ്പരട്ട് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് ഒന്ന് നോക്കണ്ടേ. വരൂ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഈ കുക്കർ മത്തിപ്പരട്ട് തയ്യാറാക്കാൻ വേണ്ടി ഒരു 3/4 കിലോ മത്തി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത മത്തിയാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു മസാല തയ്യാറാക്കണം. അതിനുവേണ്ടി ഒരു ജാർ എടുത്തിട്ട് ഇതിലേക്ക് 2 ചെറിയ പീസ് ഇഞ്ചി വൃത്തിയാക്കി എടുത്തതും 7 ടല്ലി വെളുത്തുള്ളിയും പിന്നെ 3 ചെറിയ ഉള്ളിയും, അതിനുശേഷം 2 പച്ചമുളകും, 1 ടേബിൾ സ്പൂൺ വലിയ ജീരകമാണ്, പെരിഞ്ജീരകവും, പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ മത്തി എത്ര ഉണ്ടോ അതിനനുസരിച്ച് ഉള്ള കുരുമുളകും ചേർക്കണം കേട്ടോ. ഞാനിവിടെ 2 ടീസ്പൂൺ കുരുമുളക് ചേർക്കുന്നുണ്ട്. അപ്പോൾ 2 ടീസ്പൂൺ കുരുമുളക് പൊടി, നല്ലൊരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് കറി ലീവ്സ്, അതിനുശേഷം ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ഒരു 3/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിനാവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് അരച്ചെടുക്കാൻ വേണ്ടി ഉള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ട് ഫൈനായിട്ട് തന്നെ ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതാ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തിയിലേക്ക് ഈ മസാല ഇട്ട് കൊടുക്കാം. അപ്പോൾ മസാല മൊത്തം ഞാൻ ഈ മത്തിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തന്നെ ഇതൊന്ന് മൊത്തത്തിലൊന്ന് പുരട്ടിയെടുക്കണം. ആ മസാലയും മത്തിയായിട്ട് നന്നായിട്ട് മിക്സായി കിട്ടണം. അപ്പോൾ മസാലയും മത്തിയായിട്ട് നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് 10-20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ എരിവും ഉപ്പും ഒക്കെ നന്നായിട്ട് മീനുമായിട്ട് പിടിച്ച് വരട്ടെ. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതിനിടയ്ക്ക് നമുക്കൊരു കുക്കർ അടുപ്പത്ത് വയ്ക്കാം. ഫ്ലെയിം ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 7 ചെറിയുള്ളി ഒന്ന് അരിഞ്ഞെടുത്തതാണേ. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് ചെറിയൊരു ഗോൾഡൻ കളറായി കിട്ടണം കേട്ടോ. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ഉള്ളി നന്നായിട്ടൊരു ചെറിയ ഗോൾഡൻ കളറൊക്കെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറി ലീവ്സ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ കുറച്ച് ചെറിയ ഉള്ളി മൂപ്പിച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ മത്തി നിരത്തി കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ നല്ല മണവും നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ചെറിയ ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കറി ലീവ്സ് ഇട്ട് കൊടുക്കാം. നമ്മുടെ മത്തിക്ക് അനുസരിച്ചുള്ള കുക്കർ തിരഞ്ഞെടുക്കുക കേട്ടോ. വിസ്താരമുള്ള കുക്കർ എടുക്കുക. തോനെ മത്തിയാണെങ്കിൽ വിസ്താരമുള്ള കുക്കർ എടുക്കുക. അതിനുശേഷം നമുക്ക് ഈ മസാലയുമായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മത്തി ഇതിലേക്ക് ഓരോന്നായിട്ട് നിരത്തി കൊടുക്കാം. നന്നായിട്ട് അടുക്കി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ മത്തി ഞാൻ ഓരോന്നായിട്ട് കുക്കറിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മത്തി മൊത്തം ഞാൻ കുക്കറിലേക്ക് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്.
ഒന്നിനുമേൽ ഒന്നല്ലാത്ത രീതിയിൽ നന്നായിട്ട് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് വീണ്ടും കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വാളൻപുളി പിഴിഞ്ഞെടുത്തതാണ്. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളൻപുളി പിഴിഞ്ഞെടുത്തതാണ്. അത് നമുക്കൊരു കുമ്പിൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തോനെയൊന്നും വേണ്ട, കുറച്ച് മതി. അപ്പോൾ പുളിവെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു ഒറ്റ വിസിൽ കേക്ക് ഒന്ന് വേവിച്ചെടുക്കാവേ. ഒറ്റ വിസിൽ മതി. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. ഒരു വിസിൽ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ കുക്കറിലുള്ള മത്തി നന്നായിട്ട് വെന്ത് കിട്ടുവേ. അപ്പോൾ ഇതാ നമ്മുടെ കുക്കറിൽ ഒരു വിസിൽ കേട്ടിട്ടുണ്ട്. ഇത് ഉടനെ തന്നെ ഫ്ലെയിം ഓഫാക്കുക. എന്നിട്ട് പ്രഷർ എല്ലാം മാറിയതിന് ശേഷം മാത്രമേ കുക്കറിൻ്റെ അടപ്പ് തുറക്കാവൂ കേട്ടോ. അപ്പോൾ ഞാൻ എന്താ കുക്കറിൻ്റെ അടപ്പ് ഒന്ന് തുറന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി കുക്കർ മത്തി പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മീനാണ് ഈ മത്തി. മത്തി വലിയവർക്കും ചെറിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു മീനാണ്. അപ്പോൾ ഇതുപോലൊരു മത്തി പെരട്ട് ഉണ്ടാക്കിയാൽ നമ്മൾ ഉണ്ടാക്കുന്ന മത്തി റെസിപ്പികളിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള റെസിപ്പിയായി മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ നമ്മുടെ ഈ മത്തി പെരട്ടിൽ നിന്ന് ഞാൻ കുറച്ച് അടർത്തി കാണിച്ചു തരാം. നല്ല ജ്യൂസിയാണ് കേട്ടോ, നല്ല സോഫ്റ്റാണ് ഉള്ള്. അപ്പോൾ ഇതാ നോക്കിയേ, നമ്മുടെ മത്തിയുടെ ഉള്ള് കണ്ടോ, നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ കൊച്ചുമക്കളൊക്കെ നന്നായിട്ട് കഴിച്ചു കൊള്ളും കേട്ടോ. ഈ മത്തിയിൽ ഒമേഗ 3 ഒക്കെ ധാരാളം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് കൂടെ ഇതുപോലെ മത്തി പെടുന്ന സമയത്ത് മത്തിയൊക്കെ വാങ്ങിച്ച് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ എല്ലാവർക്കും നല്ലതാണ്. ഇങ്ങനെയൊരു മത്തി പെരട്ടുണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ ഇത് മാത്രം മതി കേട്ടോ. ചോറ് പാത്രം കാലിയാകുന്ന വഴി അറിയില്ല. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ മത്തി പെരട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുതേ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ആ തൊട്ടടുത്ത ബെൽ ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എത്തും. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. തുടർന്ന് അങ്ങോട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലുള്ള നല്ല വീഡിയോസുമായി വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക്